Hi all, welcome back to another Photoshop tutorial. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇറേസർ ടൂളിനെ കുറിച്ചാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് ആണ്. അതായത് ഈ കാണുന്നതാണ് ഇറേസർ ടൂൾ. ഇവിടെ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 ടൈപ്പ് ഇറേസർ ടൂൾ കാണാം. ഫസ്റ്റ് ഇറേസർ ടൂൾ, രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ, മൂന്നാമത് മാജിക് ഇറേസർ ടൂൾ. നമ്മളപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇറേസർ ടൂളിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇറേസർ ടൂൾ ആദ്യം തന്നെ യൂസ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിനോട് കൂടിയിട്ടുള്ള ഒരു റെഡ് കളറായിരിക്കും കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ലോക്ക്ഡ് ആണ്. അപ്പോൾ ലെയർ ലോക്ക്ഡ് ആയിരിക്കുമ്പോൾ ഇറേസർ ടൂൾ വർക്ക് ചെയ്യുന്നത് ഒരു ബ്രഷ് ടൂൾ മോഡലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ വേറെ ജസ്റ്റ് ഗ്രീൻ കളറിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ കളറായിരിക്കും ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇറേസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ലെയർ അൺലോക്ക്ഡ് ആയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുമ്പോൾ കണ്ടോ ഇറേസ് ആയി പോകുന്നത് കാണാം. ഇനി ഇറേസർ ടൂളിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണിക്കുന്ന ഓപ്ഷൻസ് എല്ലാ ബ്രഷ് ടൂൾ പോലെ തന്നെയുള്ള ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കൂട്ടാനും കുറക്കാനും അതുപോലെ ഹാർഡ്നെസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. മറ്റ് ബ്രഷ് ടൂൾ പോലെ തന്നെ ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനുള്ള ഷോർട്ട് കട്ട്, സ്ക്വയർ ബ്രാക്കറ്റ്, ഓപ്പണും ക്ലോസും ഒക്കെ തന്നെയാണ്. ഇനി സൈസ് കൂട്ടുന്നതിനോട് ഒപ്പം തന്നെ ഹാർഡ്നെസ് കൂടി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ ആൾട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ സൈസും ഹാർഡ്നെസ്സും എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം. റൈറ്റ് സൈഡിലേക്ക് മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കൂടുകയും ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ സൈസ് കുറയുകയും ബോട്ടത്തിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഹാർഡ്നെസ് കൂടുകയും ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഹാർഡ്നെസ് കുറയുന്നതായിട്ടും നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇറേസർ ടൂളിൻ്റെ മോഡ് കാണാം. അതായത് 3 മോഡുകളാണ് ഇതിനുള്ളത്: ബ്രഷ്, പെൻസിൽ, ബ്ലോക്ക്. നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ് മോഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പെൻസിൽ മോഡിലാണെന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ട് മാത്രമേ ഇത് പോവുള്ളൂ. അതായത് നമുക്കിവിടെ ഹാർഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊന്നും ഇവിടെ പെൻസിൽ മോഡിൽ എഫക്റ്റ് ചെയ്യും. ബ്ലോക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്കായിട്ട് നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അതിനാണ് ബ്ലോക്ക്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രഷ് മോഡലാണ്. അതാകുമ്പോൾ നമുക്ക് ഹാർഡ്നെസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ മോഡിൻ്റെ തൊട്ടപ്പുറം തന്നെ നമുക്ക് ഒപ്പാസിറ്റി ആണ്. ഒപ്പാസിറ്റി കൂട്ടിയും കുറച്ചും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു 20% വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ ഇറേസ് ആയി പോകുള്ളൂ. ഈ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒപ്പാസിറ്റി കുറച്ച് ഇട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഇറേസ് ടു ഹിസ്റ്ററി കാണാം. അതായത് നമ്മളിപ്പോൾ അൺഡു ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ കുറേ തവണ നമ്മളിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററി ബ്രഷ് ടൂൾ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് എനേബിൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് തന്നെ നമുക്ക് ഈ ഇമേജിനെ മടക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ കാണിക്കുന്ന 2 ടൂളുകളാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂളും മാജിക് ഇറേസർ ടൂളും. അത് ഞാൻ വേറൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. അതായത് നമുക്ക് ഈ ഒരു ഇമേജിലേക്ക് ഈ കാണിക്കുന്ന ട്രീനെ നമുക്കൊന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്റ്റിൽ പോയി ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം ഈ ഒരു ഇമേജിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്തിടാം. ഈ ഒരു പേസ്റ്റ് ചെയ്തിട്ടപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറാണുള്ളത്. കുറേ കളേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ ഈ വൈറ്റ് കളർ എല്ലാം ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാജിക് ഇറേസർ ടൂളുണ്ട്. ആ ടൂളൊന്ന് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഏരിയയില വൈറ്റ് കളർ പോകും. ഇനി അടുത്ത് തന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോരോ ലീഫിൻ്റെ ഇടയിലും ഉണ്ട് ഈ പറഞ്ഞ പോലെ വൈറ്റ് കളർ. അപ്പോൾ അത്രയും വൈറ്റ് കളറിൽ നമുക്കിപ്പോൾ ഇറേസർ ടൂൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാജിക് ഇറേസർ ഓരോ ക്ലിക്കിലും ഇടയിൽ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൽട്ടി കൂടിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ ഉണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ സാമ്പിൾ വൺസും ലിമിറ്റ്സ് ഡിസ്കണ്ടിന്യൂസും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഈ
അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂളിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പ്ലസ് പോലെയുള്ളൊരു ഐക്കൺ കാണാൻ പറ്റും. ഈ പ്ലസ് പോലുള്ള ഐക്കണാണ് കളർ സാമ്പിളായിട്ട് ഇടുന്നത്. അതായത് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു കളർ മാത്രമേ ഇത് സാമ്പിളായിട്ട് എടുക്കൂ. ഞാൻ ജസ്റ്റ് ഈ ഒരു വൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് കളർ മാത്രം പോകും, വേറെ ഒന്നും പോകില്ല. കണ്ട, ജസ്റ്റ് നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറൊന്നും നഷ്ടപ്പെടുകയില്ല, അതിൻ്റെ ഇടയിലുള്ള വൈറ്റ് കളർ മാത്രം നമുക്കെടുത്ത് കളയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇവിടെ എഡ്ജസിലെല്ലാം വീണ്ടും ഒരു കളറുണ്ട്. അതിങ്ങനെ നമുക്കൊന്ന് സൂം ചെയ്തതിന് ശേഷം ആ കളറിൽ ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറും പോയി കിട്ടും. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇറേസർ ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലെൻഡായി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ട് ഈ ഒരു ഇമേജ് പുറത്തുനിന്ന് കട്ട് ചെയ്ത് വെച്ചതാണെന്ന് തോന്നത്തേയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.